ഹലോ, ഇന്നും നമ്മുടെ ഷോപ്പിൽ എ സിക്ക് കൂളിംഗ് ഇല്ല, കാറ്റ് മാത്രമാണ് വരുന്നതെന്ന് പറഞ്ഞു. കേട്ടപാട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ എ സിക്കല്ല പവറിനാണ് പ്രശ്നം മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളവിടുത്തെ കംപ്രസർ 3 ഫേസ് കംപ്രസറാണ്. അപ്പോൾ ഒരു ഫേസ് കുറവുണ്ടെങ്കിൽ തന്നെ കംപ്രസറിന് നല്ല ഡാമേജ് വരുത്തും. ഇത് കണ്ടില്ലേ, ഇവിടെ ഓരോ ഫേസ് തമ്മിൽ വോൾട്ടേജ് വരേണ്ടത് 400 നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഐസൊലേറ്ററിൻ്റെ ഔട്ടിൽ നിന്നും ഒരു ഫേസ് മാത്രം 100 സംതിങ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഐസൊലേറ്റർ കംപ്ലൈൻ്റ് ആണല്ലോ. ഇതോടെ മൾട്ടിമീറ്ററിൻ്റെ പണി കഴിഞ്ഞ് ഐസൊലേറ്റർ മാറ്റാനായിട്ട് വയറിങ്ങിൻ്റെ ഇന്നും ഔട്ടും ഊരിയെടുക്കും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഓരോന്നോരോന്നായി സാവകാശം ഊരിയെടുത്താൽ മതി. പിന്നീടാണ് എനിക്ക് ഈ ഗ്ലൗസിൻ്റെ കാര്യം ഓർമ്മ വന്ന ഉടനെ നമ്മൾ 2 കൈയിലും ഗ്ലൗസ് ഇട്ട്. ഗ്ലൗസ് നമ്മുടെ കൈക്ക് നല്ല പ്രൊട്ടക്ഷൻ തരും കേട്ടോ. പിന്നെ അവിടെ കണ്ട പോലെ ഓരോന്നായിട്ട് റിമൂവ് ആക്കുക. ഇവിടെ നമ്മളടുത്ത് ഒരു ഐസൊലേറ്റർ സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വെയിലെത്തിരിക്കാണ്ടെയും ഐസൊലേറ്റർ പെട്ടെന്ന് മാറ്റാം. ഇത് കണ്ടില്ലേ, ഐസൊലേറ്റർ നല്ല രീതിയിൽ ഫിറ്റാക്കി കൊടുത്തു. പിന്നീട് കോണ്ടാക്ടറിൻ്റെ ഇന്നും ഔട്ടും ചെക്ക് ചെയ്ത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, AC നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എത്തിപ്പെട്ടത് നല്ല സൗണ്ടാന്ന് പറഞ്ഞ ഒരു എയർ കട്ടൻ്റെ അടുത്ത്. ഈ സൗണ്ട് കേട്ടപാടെ എനിക്ക് മനസ്സിലായി കംപ്ലൈൻ്റ് അല്ല, സർവീസാണ്. പിന്നെ കാണുന്ന പോലെ എല്ലാ പീസ് ഊരിയെടുത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓരോന്നായി അച്ച് ക്ലീനാക്കി കൊടുത്ത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ കാണാൻ തന്നെ എന്ത് രസമുണ്ടല്ലേ. പിന്നെ കണ്ട പോലെ ഓരോ സാധനങ്ങളും അതിൻ്റേതായ സ്ഥാനത്ത് ഫിറ്റാക്കി വയറിങ്ങും നല്ല രീതിയിൽ കൊടുത്ത് നമ്മൾ ആദ്യം ഒരു ട്രയൽ റണ്ണ് നടത്തി നോക്കും. ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ വർക്കൗട്ടിന് പോകും. ഇത് ബോഡി ബിൽഡ് ചെയ്യാനല്ല, ഒരു ഫ്ലെക്സിബിലിറ്റിക്കാണ് പോകുന്നത്. പിന്നെ ഇവിടെ കിടന്ന് ഇതേപോലെ കുറച്ച് കുത്തിമറിയും. അപ്പോൾ ശരി, ഇനി അടുത്ത കംപ്ലൈൻ്റ് ആയിട്ട് വരാം.